കണ്ണൂർ ജില്ലയിലെ തോട്ടട വെസ്റ്റ് യു പി സ്കൂളിലാണ് ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും പിന്നീട് പ്രധാന അധ്യാപകനായതും വിരമിച്ചതൊക്കെ ഇവിടെ നിന്നായിരുന്നു. എൻ്റെ കുടുംബം ഒരു അധ്യാപക കുടുംബമായിരുന്നു. അച്ഛൻ കുമാരൻ മാസ്റ്റർ, അമ്മ പത്മിനി ടീച്ചർ. അച്ഛൻ ഇവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ആയിരുന്നു ഈ തോട്ടട വെസ്റ്റ് യു പി സ്കൂൾ ഉണ്ടാക്കിയത്, ഗോവിന്ദഗുരു. ഏകദേശം 90 വർഷം മുമ്പായിരുന്നു തോട്ടട വെസ്റ്റ് യു പി സ്കൂൾ ഉണ്ടായത്. ഇന്ന് വളരെ നല്ല നിലയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ സംസ്ഥാനത്തിന് അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ പ്രസീത ടീച്ചർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി മീറ ടീച്ചർ, അതുപോലെ തന്നെ അനുജത്തി റീന ടീച്ചറൊക്കെ ഇവിടുത്തെ അധ്യാപകരാണ്. അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടുള്ള അധ്യാപകരാണ് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നത്. വളരെ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ്. ഞാൻ പറഞ്ഞിരുന്നു, പണ്ട് TP സുകുമാരൻ മാസ്റ്ററൊക്കെ പഠിപ്പിച്ച ഒരു വിദ്യാലയമാണിത്. അതിനുശേഷം കലാരംഗത്തൊക്കെ നിറഞ്ഞിരുന്ന ബാലകൃഷ്ണൻ മാസ്റ്റർ, കരുണാകരൻ മാസ്റ്റർ, അങ്ങനെയുള്ള അധ്യാപകരുടെ കീഴിലായിരുന്നു ഞാനൊക്കെ സേവനം അനുഷ്ഠിച്ചത് അധ്യാപകനായിട്ട്. പിന്നീട് പ്രധാന അധ്യാപകനായി എൻ്റെ കീഴിൽ അധ്യാപകർ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് നല്ല നിലയിൽ ഈ വിദ്യാലയത്തെ കൊണ്ടുപോകാൻ സാധിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന രാജീവൻ മാസ്റ്റർ, രഞ്ജിത്ത് മാസ്റ്ററൊക്കെ എല്ലാവരും സ്വന്തം സ്കൂള് എന്ന പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് യാതൊരു പ്രയാസവുമില്ലാതെ എനിക്കിത് കൊണ്ടുപോകാൻ സാധിച്ചത്. എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ PTA എന്താവശ്യം പറഞ്ഞാലും എല്ലാ രംഗത്തും അവരുടെ സജീവമായ സാന്നിധ്യം ഈ സ്കൂളിന് ലഭിച്ചിരുന്നു. നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഒക്കെ തോട്ടട വെസ്റ്റ് യു പി സ്കൂളിനെ സ്നേഹിച്ച് മുന്നോട്ട് പോയവരായിരുന്നു. നല്ലൊരു പൂർവ്വ വിദ്യാർത്ഥി ബന്ധം തന്നെ നമുക്കിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരൊക്കെ ഓരോ കാലഘട്ടത്തിൽ അവരുടേതായ സഹായങ്ങൾ നമുക്ക് ചെയ്തു വരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് നടത്താൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ വിജയം. എല്ലാവരും ഒറ്റക്കെട്ടായി, ടീച്ചേഴ്സും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഒറ്റക്കെട്ടായി നമ്മൾ മത്സരരംഗത്തായാലും കായിക രംഗത്തായാലും മറ്റുള്ള കലാരംഗത്തായാലും ഒക്കെ നമുക്ക് പേരെടുക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ അവാർഡുകളൊക്കെ നേടാൻ സാധിച്ചുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് തോട്ടട വെസ്റ്റ് യു പി സ്കൂളിലെ ഒരു അധ്യാപകനായതുകൊണ്ടാണ് എനിക്ക് ഈ അവാർഡുകളൊക്കെ ലഭിക്കാൻ സാധിച്ചത് എന്നാണ്. വേറൊരു സ്കൂളിലായിരുന്നെങ്കിൽ എനിക്കിത് ലഭിക്കില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു വിശ്വാസം എനിക്ക് ഇന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സ്കൂളിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയും രക്ഷിതാക്കൾക്ക് വേണ്ടിയും ഇന്ന് വിദ്യാലയം നമ്മുടെ സബ് ജില്ലയിൽ മാത്രമല്ല ജില്ലയിൽ തന്നെ അറിയപ്പെടുന്നൊരു വിദ്യാലയമാണ്. ബെസ്റ്റ് PTA അവാർഡ്, അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങൾ, ക്യാഷ് അവാർഡുകളൊക്കെ നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. നല്ല പ്രൗഢിയോടുകൂടി ഇന്നും നിലനിൽക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. പഠനരംഗത്തായാലും പാഠ്യേതര രംഗത്തായാലും എല്ലാ മേഖലയിലും നമ്മുടെ വിദ്യാലയം ഇന്ന് നമ്പർ 1 തന്നെയാണ്. അതിൽ എനിക്ക് പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനിക്കാം. ഞാൻ 2 വർഷം മുമ്പ് വിരമിക്കുമ്പോഴും അതിൻ്റേതായ ഒരു സ്വീകരണം എനിക്ക് അതുകൊണ്ട് തന്നെ കിട്ടിയിരുന്നു. നല്ല ഒരു സമാപനത്തോടു കൂടി തന്നെയാണ് എനിക്ക് സ്കൂളിൽ നിന്ന് പടിയിറങ്ങാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുമ്പോഴായിരുന്നു. മക്കളൊക്കെ പറയും, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ പണ്ട് കാലത്തുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഒന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൂടെ, അതിനുള്ള ഒരു മാർഗമല്ലേ യൂട്യൂബ് ചാനലെന്ന്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എൻ്റെ ശ്രദ്ധ വരുന്നത്. മക്കളുടെ സപ്പോർട്ടും കൂടി ആയപ്പോൾ തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ്
ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് അതിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ അധ്യാപക കാലത്ത് ഞാൻ കണ്ടുപിടിച്ച പല പഠനോപകരണങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള പല വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കുക എന്ന് വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ ഞാൻ ടെക് ആൻഡ് ട്രിക്ക് ഫോർ സ്റ്റുഡൻസ് എന്ന പേര് നൽകിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളും അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കലൊക്കെയാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 30 വർഷം മുമ്പുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ വേർഡ്സ് മേക്കർ. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പഠനോപകരണമായിരുന്നു ഇത്. അതുപോലെ തന്നെ പൾപ്പിലുണ്ടാക്കിയ ഒരു സാധനമായിരുന്നു ഈ ഒരു ആമയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അന്ന് 30 വർഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ദേശീയ തലത്തിൽ സമ്മാനം നേടിയ ഈ സ്റ്റഡി സ്ക്വയർ ഇതും അന്നുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പഠനോപകരണങ്ങൾ, അതുപോലുള്ള കളിസാധനങ്ങളൊക്കെ, അതുപോലെ തന്നെ വീടുകൾക്ക് ആവശ്യമായ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം നല്ല നിലയിൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നുകയാണ് ഇതൊരു നല്ലൊരു വിജയമായിട്ട് മാറും. എൻ്റെ സമയം ഇപ്പോൾ എനിക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വെറുതെ ഇരിക്കുന്ന ആ ഒരു മുഷിപ്പൊക്കെ ഈ കോവിഡ് കാലത്ത് ഇപ്പം തീരെ സമയം ഇപ്പോൾ ഇല്ല. രാവിലെ പകലായാലും രാത്രിയായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തുതന്നെയായാലും എന്നിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഉപകാരപ്രദമായിട്ടുള്ള ആനുകാലികമായിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള പല ഉപകരണങ്ങളും വസ്തുക്കളൊക്കെ തന്നെ എൻ്റെ ഈ ചാനലിൽ കൂടി ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. ഇതുപോലുള്ള ഉപകരണങ്ങളും അനുഭവങ്ങളും ആയിരിക്കും എൻ്റെ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾ കാണാൻ സാധിക്കുക. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റഡി സ്ക്വയർ ആണ്. അതെന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുക ഒക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.